കൽപ്പറ്റയുടെ ജനപ്രതിനിധിയായ സിദ്ദിഖ് MLA സാർ നമ്മളോട് കൂടെയുണ്ട്. സാർ, താങ്കൾ ഈ വിഷയത്തെ, ഈ പ്രതിഷേധത്തെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഒന്ന്, ജീവിക്കാനും നിലനിൽപ്പിനും വേണ്ടിയിട്ടുള്ള ഒരു ജനതയുടെ ഒരു പോരാട്ടമാണ് ഇവിടെ കൽപ്പറ്റയിൽ ഇന്ന് കലക്ട്രേറ്റ് പടിക്കലും ഇന്ന് വൈകുന്നേരം നടക്കുന്ന ആയിരങ്ങൾ പങ്കെടുക്കുന്നതായിട്ടുള്ള മഹാറാലിയും പൊതുസമ്മേളനവുമൊക്കെ ഒരു ജനതയുടെ നിലവിലുള്ള അരക്ഷിതാവസ്ഥയുടെയും ഭയത്തിന്റെയും ഒരു ഫലമായി വന്യമൃഗ ആക്രമണങ്ങളിൽ നിന്ന് ഒരു ജില്ലയ്ക്ക് മൊത്തമായി രക്ഷയുണ്ടാകണം എന്നുള്ള അവരുടെ തീവ്രമായ വികാരത്തിന്റെ പുറമാണ് ഈ സമരങ്ങൾ എന്നുള്ളത്. അത് നിലനിൽപ്പിന് വേണ്ടിയുള്ള സമരമാണ്. അവരുടെ അധ്വാനത്തിന്റെ ഭാഗമായിട്ടുള്ള കാർഷിക മേഖല സംരക്ഷിക്കാനുള്ള പോരാട്ടമാണ്. അവരുടെ ജീവൻ സംരക്ഷിക്കാനുള്ള പോരാട്ടമാണ്. ഒരു സമൂഹത്തെ നിലനിർത്താൻ വേണ്ടിയുള്ള പോരാട്ടമാണ്. ആ പോരാട്ടത്തോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാനാണ് ഞാൻ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ ഇവിടെ വന്നിട്ടുള്ളത്. ഇതിന്റെ സെന്റിമെന്റ്സ് വളരെ തീവ്രമായ ഒരു സെന്റിമെന്റ്സ് ആണ്. മനുഷ്യ വന്യജീവി സംഘർഷമല്ല വയനാട്ടിൽ നടക്കുന്നത്. ഏകപക്ഷീയമായിട്ടുള്ള വന്യജീവി ആക്രമണമാണ് നടക്കുന്നത്. വയനാട് ഒരു തുറന്ന ജയിലാണ്. ആ ജയിലിന്റെ പ്രത്യേകത അതിൽ വന്യമൃഗങ്ങളും ഫോറസ്റ്റുമൊക്കെ ആയിട്ടുള്ള ഒരു തുറന്ന ജയിലാണ്. അതിലേത് സമയവും ആക്രമിക്കപ്പെടാം എന്നുള്ള ഭീതി അഭിമുഖീകരിക്കുകയാണ് ഇവിടെയുള്ള ജനം എന്നുള്ളത്, ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ. അതുകൊണ്ട് വളരെ ഈ ഗൗരവതരമായിട്ടുള്ള വിഷമകരമായിട്ടുള്ള ഈ സാഹചര്യത്തിൽ സർക്കാർ വിവിധ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അവരുടെ ഉത്തരവാദിത്തം നിർവഹിച്ച് ഈ നാടിനെ കാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വലിയ ജനകീയ പ്രക്ഷോഭമാണ് കത്തോലിക്ക കോൺഗ്രസ് നേതൃത്വം കൊടുത്തിരിക്കുന്നത്. ആ സമരത്തെ അഭിവാദ്യം ചെയ്യുന്നു. ആ സമരത്തിന്റെ സെന്റിമെന്റ്സ് സർക്കാർ ഉൾക്കൊള്ളണം. ആ സെന്റിമെന്റ്സ് ഉൾക്കൊണ്ട് ഈ നാടിന്റെ പ്രശ്നം സമ്പൂർണ്ണമായി പെട്ടെന്ന് പരിഹരിക്കാനും ആവാസ വ്യവസ്ഥയുടെ സംരക്ഷണം, വന്യമൃഗങ്ങളുടെ പരിപാലനം, നാട്ടിലേക്ക് ഇറങ്ങുന്നവയെ കൊലപ്പെടുത്താനും ട്രാങ്കുലൈസ് ചെയ്യാനുമുള്ള നടപടി, കാർഷിക വൃത്തിയിൽ ജനത്തിനും ഭയം ഇല്ലാതെ മുന്നോട്ടു പോകാൻ ആവശ്യമായ നടപടി, സ്പീഡി കോമ്പൻസേഷന്റെ നടപടികൾ, അതോടൊപ്പം തന്നെ നിലവിലുള്ള കോമ്പൻസേഷൻ സിസ്റ്റം എൻഹാൻസ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള നടപടികൾ ഉൾപ്പെടെ വിവിധങ്ങളായ കാര്യങ്ങൾ ഈ കാര്യത്തിൽ ഉണ്ടാകണം. അതെല്ലാം സർക്കാരിന്റെ കേന്ദ്ര ഗവൺമെന്റിന്റെയും സംസ്ഥാന സർക്കാരിന്റെയും മുമ്പിൽ വെച്ചിട്ടുണ്ട്. അതിനാവശ്യമായ നടപടികൾക്ക് നേതൃത്വം കൊടുക്കണമെന്നാണ് ഏറ്റവും ഗൌരവത്തോടുകൂടി ആവശ്യപ്പെടുന്നത്. ഇനിയൊരു പോളും അജീഷും തങ്കച്ചനും ലക്ഷ്മണനും കുഞ്ഞവറാനും നമ്മുടെ നാട്ടിൽ ഇനി മരിച്ചു വീഴരുത് വന്യമൃഗാക്രമണത്തിൽ. അതിനുവേണ്ടിയിട്ടുള്ള ഒരു ജനതയുടെ അടങ്ങാത്ത ആഗ്രഹത്തിന്റെ പോരാട്ടമാണ് കത്തോലിക്ക കോൺഗ്രസ് ഇവിടെ ഏറ്റെടുത്തിരിക്കുന്നത്. ഇത് വർഷങ്ങളായിട്ട് ഉള്ള ഒരു സംരംഭമാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതില് ജനപ്രതിനിധികളിലുള്ള വിശ്വാസം ഈ ജനത്തിന് നഷ്ടപ്പെടുന്നോ എന്നുള്ളതിനെ കുറിച്ച് ആശങ്കയുണ്ട് എന്ന് പറയുന്നതിനെ കുറിച്ച്? ജനപ്രതിനിധികളിലുള്ളതായിരിക്കുന്ന വിശ്വാസത്തിലുപരി ഞാനതിനെ കാണാൻ ആഗ്രഹിക്കുന്നത് ഭരണകൂടത്തിലുള്ളതായിരിക്കുന്ന വിശ്വാസവും ജനാധിപത്യ സംവിധാനത്തിലുള്ള വിശ്വാസവും നിലനിർത്തേണ്ട ഏറ്റവും വലിയ ബാധ്യത സർക്കാരുകൾ കാണിക്കണം എന്നതാണ്. തുടർച്ചയായ സംഘടനം, ആളുകൾ മരിച്ചു വീഴുക, പ്രിക്കോഷൻ മെഷേഴ്സ് എടുക്കാതിരിക്കുക, നിലവിലുള്ള ഒരു അയഞ്ഞ സമീപനം അതേപോലെ തുടരുക, സ്വാഭാവികമായി ജനത്തിന്റെ പ്രതിഷേധം വരും. ആ പ്രതിഷേധമാണ് നമ്മൾ മാനന്തവാടിയിൽ കണ്ടത്. ആ പ്രതിഷേധമാണ് പുൽപ്പള്ളിയിൽ കണ്ടത്. ആ പ്രതിഷേധത്തിൽ പൊതുപ്രവർത്തകന്മാരുണ്ട്. ആ പ്രതിഷേധത്തിൽ ജനപ്രതിനിധികളുണ്ട്. ആ പ്രതിഷേധം ഗവൺമെന്റുകൾക്കെതിരാണ്, കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരാണ്. ആ പ്രതിഷേധത്തിന്റെ ഭാഗമാണ് ജനപ്രതിനിധികളും. അതുകൊണ്ട് വിശ്വാസത്തെ കാത്തു സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്തം സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾ അടിയന്തരമായി ചെയ്യണം എന്നതാണ് ജനാധിപത്യ സംവിധാനത്തിൽ ഒരു തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതി എന്ന രീതിയിൽ പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിലവിൽ ഭയചകിതരായിട്ടുള്ള ജനം അരക്ഷിതാവസ്ഥയിൽ നിന്ന് അവർ പുറത്തിറങ്ങി അതിശക്തമായിട്ടുള്ള പ്രതിഷേധത്തിലേക്ക് പോകുന്നത് ജനാധിപത്യത്തിൽ ഒരു കാരണവശാലും അവരെ അവമതിക്കാൻ പറ്റില്ല, അപരാധം പറയാൻ പറ്റില്ല. അതിന്റെ ഉത്തരവാദിത്തം സർക്കാരാണ്. സർക്കാർ അത് പരിഹരിക്കാൻ ആവശ്യമായ നടപടിയാണ് സ്വീകരിക്കേണ്ടത്. അതിൽ അമാന്തം വരുമ്പോഴാണ് പ്രക്ഷോഭം കനക്കുന്നത്. അതാണ് പുൽപ്പള്ളിയിലും ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഒരു സംശയം ചോദിക്കട്ടെ. ഇപ്പം ഇതുമായിട്ട് ഏറ്റവും അടുത്ത് ഇതിന്റെ ദുരന്തങ്ങൾ അനുഭവിക്കുന്ന ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ താങ്കൾക്ക് വെക്കാൻ സാധിക്കുന്ന ഏറ്റവും അടിയന്തരമായ ഒരു പരിഹാര മാർഗം എന്നുള്ള ഏറ്റവും അടിയന്തരമായി നമുക്കിവിടെ ചെയ്യാൻ സാധിക്കുന്ന മാർഗം എന്താണെന്ന്? ഒന്ന്, കാടും നാടും വേർതിരിക്കുക എന്നതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. വന്യജീവി സങ്കേതത്തിനകത്തും ഫോറസ്റ്റിനകത്തും ഉള്ളതായ മുഴുവൻ വന്യമൃഗങ്ങളെയും അവിടെ തന്നെ സംരക്ഷിക്കാൻ ആവശ്യമായ നടപടികൾക്ക് നേതൃത്വം കൊടുക്കണം. അതിന് പുറത്തിറങ്ങാതെ വരുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രിവെന്റീവ് മെഷേഴ്സ് ഉണ്ട്.
അതിൽ ട്രഞ്ച് ആവാം, വാൾ ബിൽഡിംഗ് ആവാം, ഫെൻസിംഗ് ആവാം, സോളാർ പിന്നെ മറ്റു ഹാങ്ങിങ് പവർ ഫെൻസിംഗ് ആവാം, റെയിൽവേ ക്രാഷ് ഗാർഡ് ആവാം, ഇങ്ങനെ പലതായിരിക്കുന്ന മാർഗങ്ങളുണ്ട്. ഇന്ന് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാലഘട്ടമാണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും ഉപഗ്രഹത്തിൽ നിന്നുള്ളതായിരിക്കുന്ന സിഗ്നലിംഗ് സംവിധാനം ഉൾപ്പെടെ ക്രമീകരിച്ച് അത്യന്താധുനിക ടെക്നോളജി ഉപയോഗപ്പെടുത്തി ജനങ്ങളെ കാക്കാൻ ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കണം. ഇങ്ങനെയുള്ള അതുപോലെ കാട്ടിനകത്തുള്ള ഫ്ലോറയുടെയും ഫോണയുടെയും അതിന്റെ ഇക്കോസിസ്റ്റം പരിപാലിക്കാൻ ആവശ്യമായ നടപടി ഇത് സ്വീകരിച്ചു കഴിഞ്ഞാൽ ഒരു പരിധിവരെ നമ്മുടെ ഈ പ്രവർത്തനത്തെ തടയാൻ സാധിക്കും. അതിനാവശ്യമായിട്ടുള്ള പദ്ധതിയും സമഗ്ര പദ്ധതിയാണ് ഇവിടെ ആവശ്യമായിട്ടുള്ളത്.